നമസ്കാരം. നിരോധിത ഭീകര സംഘടനയായ ജെയ്ഷെ മുഹമ്മദ് തലവൻ മസൂദ് അസറിന്റേതെന്ന പേരിൽ ഓഡിയോ സന്ദേശം പുറത്തുവന്നു. ഏത് നിമിഷവും ആക്രമണം നടത്താൻ തയ്യാറായി വൻതോതിൽ ചാവേറുകൾ സജ്ജമാണെന്ന് ഓഡിയോ സന്ദേശത്തിൽ അവകാശപ്പെടുന്നു. തങ്ങളുടെ ലക്ഷ്യത്തിനു വേണ്ടി രക്തസാക്ഷിത്വം വരിക്കാൻ ഇവർ സജ്ജരാണെന്നും സന്ദേശത്തിലുണ്ട്. ഓഡിയോ റെക്കോർഡിംഗിന്റെ തീയതിയോ വിശ്വാസ്യതയോ സ്ഥിരീകരിക്കാൻ കഴിഞ്ഞിട്ടില്ല. ഒന്നോ രണ്ടോ അല്ല, ആയിരവുമല്ല, ഇന്ത്യയിലേക്ക് നുഴഞ്ഞു കയറാൻ അനുവാദം ചോദിച്ചുകൊണ്ട് 1000-ലധികം ചാവേറുകൾ തന്നെ സമ്മർദ്ദത്തിലാക്കുന്നുണ്ടെന്ന് റെക്കോർഡിംഗിൽ അസർ പറയുന്നു. തന്റെ ഗ്രൂപ്പിലെ പോരാളികളുടെ യഥാർത്ഥ എണ്ണം പുറത്തുവിട്ടാൽ ലോകം ഞെട്ടിപ്പോകുമെന്നും ഇയാൾ സൂചിപ്പിക്കുന്നു. പാകിസ്ഥാൻ കേന്ദ്രീകരിച്ച് ഇന്ത്യക്കെതിരെ ആക്രമണങ്ങൾ ആസൂത്രണം ചെയ്യുന്ന മസൂദ് അസറിനെ ഐക്യരാഷ്ട്രസഭ ആഗോള ഭീകരനായി പ്രഖ്യാപിച്ചിട്ടുള്ളതാണ്. വർഷങ്ങളായി ഇന്ത്യക്കെതിരെ പ്രകോപനപരമായ പ്രസ്താവനകൾ നടത്തുന്ന വ്യക്തിയാണ് മസൂദ് അസർ. 2001 പാർലമെന്റ് ആക്രമണം, 2008 മുംബൈ ആക്രമണം എന്നിവയുൾപ്പെടെയുള്ള പ്രധാന ഭീകരാക്രമണങ്ങളുടെ സൂത്രധാരനാണ് ഇയാളെന്ന് കരുതപ്പെടുന്നു. ജമ്മുവിലെ പഹൽഗാമിൽ 26 പേരുടെ മരണത്തിനിടയാക്കിയ ആക്രമണത്തിന് മറുപടിയായി പാകിസ്ഥാനിലെ ബഹവൽപൂരിലുള്ള ജെയ്ഷെ മുഹമ്മദ് ആസ്ഥാനം ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ ഇന്ത്യൻ സൈന്യം ആക്രമണം നടത്തിയിരുന്നു. ഇതിന് മാസങ്ങൾക്ക് ശേഷമാണ് സന്ദേശം പുറത്തുവരുന്നത്. ഇന്ത്യൻ ആക്രമണത്തിൽ അസറിന്റെ അടുത്ത ബന്ധുക്കൾ കൊല്ലപ്പെട്ടതായി റിപ്പോർട്ടുകളുണ്ടായിരുന്നു. 2019 ശേഷം മസൂദ് അസർ പൊതുവേദികളിൽ പ്രത്യക്ഷപ്പെട്ടിട്ടില്ല. 2019 ബഹവൽപൂരിലെ ഇയാളുടെ ഒളിത്താവളത്തിനു നേരെ അജ്ഞാതർ നടത്തിയ ബോംബാക്രമണത്തിൽ നിന്ന് കഷ്ടിച്ചാണ് രക്ഷപ്പെട്ടത്. അതിനുശേഷം മസൂദ് അസർ പൊതുവേദികളിൽ നിന്ന് വിട്ടുനിൽക്കുകയാണ്. അപ്പോൾ മറ്റൊരു വാർത്തയുമായി വീണ്ടും കാണാം. നന്ദി.